അല്ലാതെ ഈ ജാസി പറയണമായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോരാ, അവൻ എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് വല്ലാണ്ട് പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ഇത് ആൾക്കാർക്ക് അറിയില്ല. അവനെ പിന്താങ്ങുന്നുള്ള യൂട്യൂബുകാരും അവരിവരൊക്കെ ഇതിന്റെ വാസ്തവം. നമസ്കാരം. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ തലയുയർത്തി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല വിവാദ നായിക എന്ന് പറയുന്നത് രേണുസുതിയാണ്. അപ്പൊ രേണുസുതിയുടെ ഒപ്പത്തിനെത്തും, രേണുസുതിയുമായിട്ട് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വിവാദ നായിക ഉയർത്തെഴുന്നേറ്റ് വന്നേക്കാണ് ജാസി. ജാസിയെ കുറിച്ചിട്ടുള്ള വിവാദങ്ങൾ ഇപ്പൊ ഇങ്ങനെ പതിയെ പതിയെ തലപൊക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ബോറിംഗ് അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് അറിയാമോ? അതൊരിക്കലും സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സോ സെലിബ്രിറ്റീസോ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സ് ആണ് സോഷ്യൽ മീഡിയയെ ഇത്ര ഫയറോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം റൂമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലേ ഒരു പഞ്ചുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ബെസ്റ്റ് റൂമേഴ്സ് വരുന്ന സീസണാണ്. ഇനി ഒരു 2 മാസം കൂടി കഴിയുമ്പോഴേക്കും ഈ റൂമേഴ്സിന്റെ പ്രളയം നമ്മൾ കാണേണ്ടി വരും. ഇപ്പൊ പെരുമഴ മാത്രമേ ഉള്ളൂ. 2 മാസം കൂടി കഴിയുമ്പോൾ പ്രളയം തുടങ്ങും. കാരണം ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ബിഗ് ബോസ് തുടങ്ങുന്നതോട് കൂടിയിട്ട് ബിഗ് ബോസിനകത്തും വിവാദങ്ങളായിരിക്കും, ബിഗ് ബോസിന് പുറത്തും വിവാദങ്ങളായിരിക്കും. പിന്നെ വിവാദങ്ങൾ കൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇങ്ങനെ കത്തി 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 ഇങ്ങനെ അങ്ങ് പൊക്കോളും. അപ്പൊ ഏതായാലും ജാസിയുടെ കൂടെയുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ, ആഷി ജാസിയുടെ ലവർ ആണെന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞില്ലെങ്കിലും ജാസി പറയുന്നത് അവർ രണ്ടുപേരും പ്രണയത്തിലാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്, ഭാര്യയും ഭർത്താവുമാണ് എന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആഷിയുടെ ഉമ്മ ഇപ്പൊ ജാസിക്കെതിരെ രംഗത്ത് വന്നേക്കാണ്. അപ്പോൾ ആഷിയുടെ ഉമ്മയുടെ വോയിസ് ആണ് ഞാൻ ആദ്യം കേൾപ്പിച്ചത്. ഈ ജാസി എന്ന് പറയുന്ന ഈ വ്യക്തി ആഷിയെ പിടിച്ചു വെച്ചേക്കാണ്, ഉമ്മയുടെ അടുത്തേക്ക് പോലും വിടുന്നില്ല. ആഷി ഇപ്പൊ ഫുള്ളി ഒരു ട്രാപ്പിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയുടെ കൺസേൺ. നമുക്ക് ആ വോയിസ് അങ്ങനെ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ആ വോയിസിൽ പല കാര്യങ്ങളും ആ ഉമ്മ പറയുന്നുണ്ട്. പറയുന്നതൊക്കെ തന്നെ അവരുടെ വിഷമമാണ് പറയുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോരാ, അവൻ എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് വല്ലാണ്ട് പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ഇത് ആൾക്കാർക്ക് അറിയില്ല. അവനെ പിന്താങ്ങുന്നുള്ള യൂട്യൂബുകാരും അവരിവരൊക്കെ ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കന്നെ. ജാസിന്റെ ഉമ്മ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ, ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞു വരട്ടെ, എന്റെ മോൻ എങ്ങനെ പറയണ അങ്ങനെ നീ ജീവിക്കുന്നു. ഇവൻ പറഞ്ഞല്ലോ ആഷിക്കിന് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല. അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാന്. 3 വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് 5 ദിവസം ഇവിടെ നിൽക്കാൻ വെച്ചോളൂ. ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ 10 മാസമായി ദുബായിൽ നിന്ന് ഈ നാട്ടിൽ വന്നു. ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കുറഞ്ഞ. എന്നിട്ട് നമ്മളത് നോക്കിക്കഴിഞ്ഞ അവിടെ അവൻ ഡിലേറ്റ് ആക്കി കളി. അവന്റെ ഫോണിലുണ്ട് എന്നെ തെറി വിളിച്ചത്. സ്വന്തം തള്ളനെ അവന്റെ മുമ്പിൽ വിളിച്ച് ഇതൊക്കെ ജാസി കാട്ടിയാട്ടോ. ഇതൊന്നും ആർക്കും അറിയില്ല. അവൻ പറയണത് കംപ്ലീറ്റ് നോണയാണ്. അവൻ ആണിന്റെ ഭാഗത്തെറ്റ് ആണും പെണ്ണിന്റെ ഭാഗത്തെറ്റ് പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും. അവന് ഒരു മോപ്രഷവും ചെയ്യൂല, അവനെ ഒരു എന്തും ചെയ്യൂല. അവനക്ക് ഭയങ്കര പേടിയാണ്. അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിന്റെ സകുമ്പോ സമാധാനത്തിൽ തന്നെ ഇരുന്നിക്കരുത്. അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ല. ഇവൻ കംപ്ലീറ്റ് പറയണ നോണയാണ്. ഇവൻ എന്താ സത്യം പറയണത്? ഇവനിക്ക് പറയണത് ഇവന്റെ ഉമ്മ അവനക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. ഇന്റെ മോനെ അവിടെ കേറ്റൂല. അവിടെ ഈ ഉമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ആ ഉമ്മയുടെ ഒരു കൺസേൺ ആണ്. സ്വന്തം മകനെ കാണാൻ പറ്റുന്നില്ല. സ്വന്തം മകനുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും ഇപ്പൊ ആ ഉമ്മയ്ക്കില്ല. അവൻ എന്ത് ചെയ്യാണ്, എന്താണ് അവന് സംഭവിക്കുന്നത്, ഇതൊന്നും അറിയാത്ത ഉള്ള ഒരു വിഷമം ഉണ്ടല്ലോ. ആ വിഷമം കൊണ്ടാണ് ആ ഉമ്മ ഇത്രയും സംസാരിക്കുന്നത്. അവർക്കൊരു കാരണവശാലും ജാസിയും ആഷിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഉമ്മ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് ഉമ്മ പറയുന്നത്. ജാസി കംപ്ലീറ്റ്ലി ആഷിയെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ജാസിയുടെ ഇങ്ങനെ കരവലയത്തിൽ, അങ്ങനെയല്ലേ പറഞ്ഞ, കരവലയത്തിൽ ജാസിയെ ജാസിയുടെ കരവലയത്തിൽ ആഷിയെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുകയാണെന്നാണ് ഉമ്മ പറയുന്നത്. എനിക്കൊന്ന് വന്ന് കൂടോത്രം ചെയ്തതുപോലെ വല്ല കൂടോത്രമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൈവശം കൊടുക്കുക എന്നൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊന്നും സത്യമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഉമ്മയൊക്കെ വിശ്വസിച്ച് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആഷിയെ കംപ്ലീറ്റ്ലി ട്രാപ്പ് ചെയ്തിട്ട് ജാസിയുടെ വലയത്തിൽ ഇങ്ങനെ വെച്ചേക്കാണ്. ആഷിക്ക് ജാസിയുമായിട്ട് ഒരു സ്നേഹവും ഇല്ല. ആഷി ട്രാപ്പിലാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മ സംസാരിക്കുന്നത്. എന്റെ മോനെ അവിടെ കേറ്റൂല. അവനെ ഒഴിവാക്കിയിട്ട് വന്ന് ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ്. ഇവന്റെ കൂടെ ഇരിക്കണ ഞങ്ങൾ കേറ്റൂല. ഞങ്ങൾക്ക് മാനം നാളുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. ഇവരൊരു വീഡിയോ ഇവരെ അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്തിനീ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത്?
എല്ലാം സഹിച്ച് ഞങ്ങൾ ഇരിക്കില്ല. എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം. അവന്റെ വാപ്പ മരിച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ. വാപ്പ മരിച്ചിട്ട് ഒരു 7 ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചില്ല. അവൻ പോയി ഇവിടുന്ന്. ഇതൊന്നും ആയിരിക്കും. ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. ഇവൻ പറയണ കംപ്ലീറ്റ് നോണയാണ്. അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞ തൊള തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ. അപ്പൊ അവനും കൂടെ നിന്ന് പറയുന്നുണ്ട് നല്ലപോലെ വർത്താനം. ഇവനല്ലേ പറയണ ചെലക്കണ് നടന്നിട്ട്. ആ ചെലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ നന്ദിനി പറയണ കുട്ടി പാവോട്. ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയുന്നത്? ഇവൻ ചെയ്ത തെണ്ടിത്തരങ്ങളും ഓരോ ആ കുട്ടിനെ എന്തിനാ പറയുന്നത്? അവൾക്ക് ജീവിക്കണം. ഒരു പെൺകുട്ടിയല്ലത്. ഇവനിക്ക് അവളെ ദേഷ്യമുണ്ട് പറയണത്. ഇവൻ എല്ലാ തെണ്ടിത്തരം ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇവൻ പറയും എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവനോട്. എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഈ ഉമ്മ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ആഷി എന്ന് പറയുന്ന വ്യക്തി ജാസിയുടെ ട്രാപ്പിലാണ്. അപ്പോൾ ഒരാളെ ട്രാപ്പിലാക്കി നിർത്താൻ വേറെ ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിക്കും. ഒരുപക്ഷെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനത്തെ കുറെ കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെയാണ് ആഷി ജാസിയുടെ അടുത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആഷി ശരിക്കും രക്ഷപ്പെടണം. പക്ഷെ ഈ ആഷി എന്ന് പറയുന്ന വ്യക്തി 5 വയസ്സോ 10 വയസ്സോ ഉള്ളൊരു വ്യക്തിയല്ല. അയാൾ പ്രായപൂർത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ ഉമ്മ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ആഷിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ആഷി തന്നെ വിചാരിക്കണം. അല്ല നമ്മളൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പൊ പോലീസ് കേസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഈ ഒരു വിഷയം കോടതിയിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. ആഷി തന്നെ സ്വയം ആ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വരാതെ, അല്ലെന്നുണ്ടെങ്കിൽ ആഷി തന്നെ സ്വയം വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയാതെ നമുക്ക് ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ ആഷി ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ആഷി അതിനകത്ത് ട്രാപ്പിലാണ്. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ആഷി എന്തോ കാരണത്താൽ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ഉമ്മ പറഞ്ഞതുപോലെ ആഷിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇവിടെ ആഷി തന്നെ വിചാരിക്കണം. ആഷി തന്നെ വന്ന് സോഷ്യൽ മീഡിയ വന്ന് പറയുക ഇതുപോലെ ജാസിനെ ട്രാപ്പിലാക്കിയേക്കാണ്, ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, എനിക്ക് അവനോടൊരു താല്പര്യവും ഇല്ല, എനിക്ക് അയാളോടൊരു ഇഷ്ടവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സാഹചര്യത്തിൽ നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ആഷി തന്നെ പുറത്തേക്ക് വരേണ്ടി വരും. ഇനി ഈ പറയുന്നതൊന്നും ശരിയല്ലെന്നുണ്ടെങ്കിലോ, കാരണം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഉമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒരു കാരണവശാലും ആ ഉമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ഇപ്പം എത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്രയൊക്കെ പുരോഗമന ചിന്താഗതിയുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ കാലഘട്ടം കുറച്ചും കൂടി മാറുമ്പോൾ ചിലപ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇത്തരം റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആ ഉമ്മയ്ക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ആ ഉമ്മ ഫോളോ ചെയ്തു വരുന്ന മതം, ആ ഉമ്മ നല്ല രീതിയിൽ ഒരു മതവിശ്വാസിയാണ്. അതൊക്കെ ഫോളോ ചെയ്തു വരുന്നതോട് കൂടിയിട്ട് തന്നെ ആ ഉമ്മയ്ക്ക് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ ആ ഉമ്മ വിചാരിക്കുന്നത് എന്താണ്? സ്വന്തം മകനെ വേറൊരാൾ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കാണ്, അയാൾ പെൺവേഷം കെട്ടി നടക്കുന്നു, അവര് വന്ന് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും മകന്റെ മുഖത്ത് ആ ഉമ്മയ്ക്ക് ഒരു ഹാപ്പിനെസ്സും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ ആ ഉമ്മ പൂർണ്ണമായിട്ട് വിചാരിക്കും എന്റെ മകൻ ട്രാപ്പിലാണ്. മാത്രമല്ല ഇവര് തമ്മിലുള്ളത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറയുവാണ്, ഇവർ തമ്മിലുള്ളത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ്, അവർ രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടു കൂടിയിട്ടും ബഹുമാനത്തോടു കൂടിയിട്ടുമാണ് അവിടെ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആഷി ഉമ്മയെ കോണ്ടാക്ട് ചെയ്യാത്തത്? ഉമ്മയ്ക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഉമ്മയ്ക്ക് മകന്റെ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യം ഉണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്തത്? ഉമ്മയ്ക്ക് എന്താണ് മെസ്സേജ് അയക്കാത്തത്? അല്ലെങ്കിൽ ഉമ്മയോട് പറഞ്ഞു മനസ്സിലാക്കാം, ഉമ്മ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ്, ഞാൻ ഓക്കെ ആണ് ഇവിടെ, അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാമല്ലോ. അപ്പൊ അതിന് പോലും ജാസി ആഷിയെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? സത്യത്തിൽ ആഷി ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ഇന്ത്യൻ നിയമപ്രകാരം ഒരു പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തിയാണ്. ആഷിക്ക് ആഷിയുടേതായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, റിലേഷൻഷിപ്പിൽ ആകാനുള്ള അവകാശമുണ്ട്. അപ്പൊ ആഷി തന്നെ വന്ന് തുറന്നു പറഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. ഇതിനു മുമ്പ് ഇവർ തമ്മിൽ വലിയ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. ആഷി തന്നെ വന്ന് എന്നെ ട്രാപ്പിലാക്കിയതാണ്, ഞാനും അവനും തമ്മിൽ ഒരു ഇഷ്ടവും ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അടിയൊക്കെ കൊണ്ടുവന്ന് നിന്ന് സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും ഇവർ തമ്മിൽ പാച്ചപ്പായി. അപ്പൊ അന്ന് രണ്ടുപേരുടെയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇവര് പാച്ചപ്പ് ആയതോട് കൂടിയിട്ട് ടോട്ടലി ഫൂൾ ആകുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പോഴും നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ ജാസിയെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഈ ഉമ്മ പറയുന്ന കാര്യം കേട്ടിട്ട് നമുക്ക് ടോട്ടലി വിശ്വസിച്ച് ജാസി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ റിലേഷൻഷിപ്പിൽ ആശീകരിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരിക, എന്താണ് കാര്യം എന്നുള്ളത് പ്രേക്ഷകരോട് തുറന്നു പറയുക, അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും ഇടപെടാൻ പറ്റത്തില്ല. ഇനി ഇതുപോലുള്ള പല വിവാദങ്ങളും നമ്മൾക്ക് കേൾക്കേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും കൺഫ്യൂസ്ഡ് ആണ്, ഏത് ശരി ഏത് തെറ്റ്, ആരുടെ ഭാഗത്ത് നിൽക്കണം ആരുടെ ഭാഗത്ത് നിൽക്കരുത്. ഇവിടെ ആ ഉമ്മയോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിയുമ്പോൾ ആ ഉമ്മയുടെ ഭാഗത്ത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇവിടെ നമ്മൾ ആരെ കുറ്റം പറയും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ആരെ കുറ്റം പറയും? ഇപ്പൊ എല്ലാവരും പൂർണ്ണമായിട്ടും ജാസി എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റം പറയുന്നുണ്ട്. ജാസി പിടിച്ചു വെച്ചേക്കാണ്, ജാസിയുടെ ട്രാപ്പിലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആഷി എന്ന് പറയുന്ന വ്യക്തി പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാരും എന്താണ് ചിന്തിക്കാത്തത്? ഞാനിവിടെ ആരുടെയും ഭാഗത്ത് നിന്ന് സംസാരിക്കുകയല്ല, ഞാനിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്യണമെന്നൊരു താല്പര്യമില്ല. പക്ഷെ സ്റ്റിൽ ആഷി എന്ന് പറയുന്നത് പ്രായപൂർത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രാപ്തിയുണ്ട്. ഇനി അയാളെ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തിയേക്കുവാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ഒന്ന് തുറന്നു പറയാമല്ലോ. ഈ കൂടോത്രം ചെയ്ത് നിർത്തിയതാണ്, കൈവശം കൊടുത്ത് നിർത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി അതിന് യാതൊരു രീതിയിലുള്ള ഇതും ഇല്ല. പിന്നെ ഈ ഇവിളായി അങ്ങനെയൊക്കെ പറയുന്നതിൽ ചെറിയ ചെറിയ എന്തൊക്കെയോ സയന്റിഫിക്കലി കാര്യങ്ങളുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഒരാളെ മന്ത്രവാദം ചെയ്ത് കൂടോത്രം ചെയ്ത് പിടിച്ചു നിർത്തുക, അങ്ങനെ ചെയ്ത് നിർത്തുക, ഇങ്ങനെ ചെയ്ത് നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇമോഷണലി ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിർത്താൻ പറ്റും. അങ്ങനെ നിർത്തിയേക്കുവാണെന്നുണ്ടെങ്കിലും ആഷി തന്നെ സ്വയം വിചാരിച്ച് പുറത്തു വരാതെ ഒരു രക്ഷയില്ല.